വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ മാംഗോ ഫ്രൂട്ടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം മതിയാവും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 പഴുത്ത മാങ്ങ വേണം. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പഴുത്ത മാങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പച്ച മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പഴുത്ത മാങ്ങയുടെ പൾപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നാരില്ലാത്ത മാങ്ങ ആയിരിക്കണം. പച്ചമാങ്ങ ആയിക്കോട്ടെ പഴുത്ത മാങ്ങ ആയിക്കോട്ടെ, നല്ല കാമ്പുള്ള നാരില്ലാത്ത മാങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടില്ല, ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പച്ചമാങ്ങയുടെ ആ കുത്തൊക്കെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഏകദേശം 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നാരങ്ങ നീര് കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ പുളിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 3/4 കപ്പ് പഞ്ചസാരയാണ് ഈ ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മിക്സായി കിട്ടണം. ഇപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ച് ഒന്ന് ചൂടാറ്റിയെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3.5 കപ്പ് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മാംഗോ പൾപ്പും അതുപോലെ തന്നെ വെള്ളം കൂടി ചേർന്ന് ഫ്രൂട്ടിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നത്. അൽഫോൺസ മാങ്ങയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു ഫ്രൂട്ടി നമുക്ക് കുടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് നമ്മുടെ മാംഗോ ഫ്രൂട്ടി. ഇപ്പൊ മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത മാംഗോ ഫ്രൂട്ടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.